ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇത് നമ്മുടെ കർക്കിടക മാസമാണ്. അതുകൊണ്ട് നമുക്കിന്ന് കർക്കിടക മാസത്തിലെ ഒരു സ്പെഷ്യൽ വിഭവമായ താള് കൂട്ടാനുണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ താള് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് പരിപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ താള് ഇട്ട് കൊടുക്കാം. താള് അരിയുമ്പോൾ ചൊറിയും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അരിയുകയാണെങ്കിൽ ആ ചൊറിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ മുളക് പൊടി അധികം ഉപയോഗിക്കേണ്ട, കാരണം താളാവുമ്പോൾ അത് പെട്ടെന്ന് പിടിക്കും അതിനകത്തേക്ക്. അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, ഇത്രയും വെള്ളം മതി. ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇതിരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഈ താള് വേകുന്ന സമയത്തിന് നമുക്കിതൊന്ന് ഈ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാം. ഒരു 1/2 മുറി തേങ്ങയുണ്ട്. പിന്നെ ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പുളി, ഒരു ഇത്രയുള്ള പുളി എടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനും വയ്ക്കാം. നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് താള് വെന്തോന്നൊന്ന് നോക്കാം. താള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് ആദ്യം ഒഴിക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വച്ചിരുന്ന വാളംപുളി പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരപ്പ് ചേർക്കാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നല്ല ചൊറിച്ചിലുണ്ടാവും ഇത് അരിഞ്ഞെടുക്കുമ്പോൾ. നമ്മൾ എണ്ണ പുരട്ടിയിട്ട് അരിയുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ മാറും. പിന്നെ ഇത് പറമ്പിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്ന താളാണിത്. നമ്മൾ നട്ട് വളർത്തണതല്ല, പക്ഷെ അത് നല്ലതാണത് ഈ സമയത്ത് കഴിക്കണത്. ഇത് നല്ല വെണ്ണ പോലെ ഇരിക്കും വെന്ത് കഴിയുമ്പോൾ, നല്ല നെയ്മയമുള്ള പോലെ ഇരിക്കും വെന്ത് കഴിയുമ്പോൾ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്ക് അതിനിടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരിത്തിരി ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഉപ്പ് കുറവാണ്, മതിയാവും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
മുളക്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ താള് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ താള് കൂട്ടാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം. ഇനി വീണ്ടും ഒരു നല്ല വിഭവമായി നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.